ഞാൻ തന്നെ ഒരു കമ്മീഷനും വേണ്ട, 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാന്ന് പറഞ്ഞു. കുറെ പേര് സോഷ്യൽ മീഡിയയിൽ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. 10 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാം. ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി ഈ ദേവാലയ മുറ്റത്ത് നിന്ന് ഞാൻ പറയുന്നു, 10 മിനിറ്റ് കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ പറ്റും. എങ്ങനെ നിങ്ങൾ ചോദിക്കും? അല്ല. എന്നിട്ട് നിങ്ങൾ പുറത്തു വെച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ച് ധാരണ ഉണ്ടാക്കി നിങ്ങൾ നേരെ കോടതിയിൽ കൊടുക്കണം. കോടതിയിൽ കൊടുത്താൽ മതി. വഖഫ് ഭൂമി ആണെന്ന് അവകാശപ്പെടുന്ന ആരാ? വഖഫ് ബോർഡ്. വഖഫ് ബോർഡ് അതല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്ന്. മനസ്സിലായില്ലേ? ഇനി കേസ് കൊടുത്ത ആളുകളുമായിട്ട് സംസാരിക്കാൻ പറ്റിയ ആളുകളാണ് ഇവരെല്ലാം. കാരണം അവരുമായിട്ടാണ് നല്ല ബന്ധമുള്ളവരാണ് ഈ കേസ് കൊടുത്ത ആൾ. ഞാൻ പിന്നെ പറയാം. മനസ്സിലായി? 10 മിനിറ്റ് കൊണ്ട് തീർക്കും. കേരളത്തിൽ VDS സർക്കാർ അധികാരമേറ്റ് 24 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മുനമ്പത്താണ്. ഒരു സമയം കേരളവും ഇന്ത്യയും രാഷ്ട്രീയമെല്ലാം ഉറ്റുനോക്കിയ ഈ ഒരു മുനമ്പത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ ഈ ഒരു മണ്ണിൽ വന്ന് ഈ ജനത്തിന് നൽകിയൊരു ഉറപ്പുണ്ട്. അടുത്ത പ്രാവശ്യം UDF സർക്കാർ വരുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് മുനമ്പത്ത് ഈ പ്രശ്നം ഞങ്ങൾ അവസാനിപ്പിക്കുമെന്ന് അന്ന് നൽകിയ ആ വാക്ക് അദ്ദേഹം വീണ്ടും വീണ്ടും പല വേദികളിൽ ആവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു മുനമ്പത്തുകാർ ഇന്ന് മുഖ്യമന്ത്രിയായി തിരിക്കുന്ന VD സതീശൻ സർക്കാരിന്മേൽ വലിയൊരു പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. അന്ന് നൽകിയ ആ വാക്കുകൾ VD സതീശൻ എന്ന മുഖ്യമന്ത്രി പാലിക്കുമോ? എന്തായാലും എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് മുനമ്പം വേളാങ്കണ്ണി പള്ളി മാതാ ഇടവക വികാരിയായ അനന്യച്ചനാണ്. അച്ഛാ, VD സർക്കാർ അധികാരമേറ്റിട്ട് ഇപ്പോൾ 24 മണിക്കൂർ പിന്നിടുകയാണ്. ഇങ്ങനെയാണ്, ഹാപ്പിയാണോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. 2024 ക്രിസ്മസിൻ്റെ അന്ന് ഇവിടെ വന്ന് ഞങ്ങളോട് ക്രിസ്മസ് കേക്ക് പങ്കുവയ്ക്കുകയും അതോടൊപ്പം തന്നെ ഈ പ്രശ്നം തീർച്ചയായിട്ടും പരിഹരിക്കും, 10 മിനിറ്റ് കൊണ്ട് തീർക്കാനുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ എന്നന്ന് വീണ്ടും പ്രഖ്യാപിക്കുകയും ചെയ്ത് അദ്ദേഹം ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഞങ്ങളുടെ കുടുംബ യൂണിറ്റുകളുണ്ടായിരുന്നു. കുടുംബ യൂണിറ്റുകളിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് വരും. ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. ഞങ്ങളുടെ 610 കുടുംബങ്ങൾക്കും ഇത് വലിയൊരു അനുഗ്രഹമായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിലവിൽ ഏകദേശം ഒരു 500 ദിവസത്തിനടുത്ത് അല്ലേ ഒരു സമരം ഇവിടെ തുടർന്നു കൊണ്ടുവന്നിരുന്നു. നിലവിൽ ഈ ഒരു മുനമ്പം വിഷയത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് വന്നു നിൽക്കുന്നത്? അവസാനമായിട്ട് നമ്മൾ LDF സർക്കാർ ഞങ്ങൾക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിക്കാമെന്ന് 2 മന്ത്രിമാർ ഞങ്ങൾക്ക് വന്ന് വാക്ക് നൽകുകയും അതോടൊപ്പം തന്നെ ഞങ്ങളതോട് സഹകരിച്ച് ഞങ്ങളുടെ ഉപവാസ സമരം ഞങ്ങൾ നിർത്തിവയ്ക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം വീണ്ടും കോടതി കേസുകൾ വന്നു. അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കോടതി കേസ് ഞങ്ങൾ പ്രതീക്ഷ വയ്ക്കുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് 1-2 സ്റ്റേ ഓർഡേഴ്സും വന്നു. അതിങ്ങനെ കേസുകൾ കോഴിക്കോടും ഇവിടെ ഹൈക്കോടതിയിലും നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയും കേസുകളുണ്ടായിരുന്നു. ഏതായാലും അതൊരു സൈഡ് പോകുന്ന ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ ഇടപാടിൽ അതെങ്കിൽ ഭരണ ഇടപാടുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വർഷങ്ങളായിട്ട് അച്ഛൻ ഈ ഒരു നിയമപരമായ ഇതിൻ്റെ പുറകെ ഒരുപാട് കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. പല നിയമപ്രശ്നങ്ങളും ഹൈക്കോടതി വരെ പോയിട്ടുണ്ട്. ഈ വഖഫ് ട്രൈബ്യൂണൽ കോടതിയിൽ ഇപ്പോഴും അച്ഛൻ അതുമായി ബന്ധപ്പെട്ട് പോകുന്നു. എത്തരത്തിലാണ് ഈ ഒരു VD സതീശൻ അന്ന് നൽകിയ ഒരു ഉറപ്പ്, ഒരു 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം എന്ന് പറയുന്നത് ഉടനെ തന്നെ എന്ന രീതിയിൽ തന്നെ ആയിരിക്കും, എങ്ങനെ ഇത് പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഇത്രയും നിയമത്തിൻ്റെ സങ്കീർണതകൾക്കിടയിൽ ഈ ഒരു വിഷയം എങ്ങനെ പരിഹരിക്കാൻ പൂർണ്ണമായി മുനം ജനതയ്ക്ക് അവകാശം നൽകിക്കൊണ്ടുള്ള ഒരു പരിഹാരം എങ്ങനെ സാധ്യമാകുമെന്നാണ് അച്ഛൻ കരുതുന്നത്? തീർച്ചയായിട്ടും ഇത് സാധിക്കുമെന്നാണ് നിയമോപദേശകർ പറയുന്നത്. കാരണം ആദ്യം മുതൽ നമ്മുടെ മെത്രാൻ സമിതിയോടും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആളുകളോടും ആദ്യം മുതൽ ഇടപെട്ടുകൊണ്ടിരുന്നത് മുഹമ്മദ് ഷാ അഡ്വക്കേറ്റാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വഖഫ് നിയമങ്ങളിലൂടെ വായിച്ച് കടന്നുപോയിരിക്കുന്നത് കൊണ്ട് എല്ലാം വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞു തരികയും തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെയും ക്യാബിനറ്റിൻ്റെയും നിർദ്ദേശത്തോടു കൂടി വഖഫ് മന്ത്രിയോടുകൂടി ഈ പ്രശ്നം തീർക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതുതന്നെ ഞങ്ങളോട് കുഞ്ഞാലിക്കുട്ടി സാർ 2 പ്രാവശ്യം വഖഫ് മന്ത്രിയായിരുന്നു. അതുപോലെ ശിഹാബ് തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പ്രശ്നം പരിഹരിക്കുമെന്ന്. അപ്പോൾ ഞങ്ങളേറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത്, കാരണം ഈ പുതിയൊരു ഭരണം വന്നിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. ഈ ഒരു കാര്യത്തിൽ സർക്കാരിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് ഇലക്ഷന് മുമ്പ് തന്നെ ആണെങ്കിലും 2 പ്രാവശ്യം ഞാൻ കണ്ടിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ അടുത്ത് വീണ്ടും ഈ വാക്കുകൾ തന്നെ ആവർത്തിച്ചിരുന്നു. അതെങ്കിൽ 10 മിനിറ്റിൽ ഞാനായി കഴിയുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഈ മാസം അവസാനം അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുകയും പ്രശ്നം ഉടനെ പരിഹരിക്കാനുള്ള വഴികൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. 100% പ്രതീക്ഷയിലാണോ ഇവിടുത്തെ ജനങ്ങളടക്കം?
തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ഒത്തിരി പ്രതീക്ഷയോട് കാത്തിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഏറെ പ്രതീക്ഷയുള്ള മക്കളാണ്. കാരണം നമുക്കറിയാം ഈ സമരം തുടങ്ങിയതും നിങ്ങൾ ഗുഡ് ന്യൂസ് എപ്പോഴും ഞങ്ങളുടെ അടുത്ത് വരുന്നതും ഓരോ രാഷ്ട്രീയ പാർട്ടികളും വന്ന് ഒത്തിരിയേറെ പ്രതീക്ഷ ഞങ്ങൾക്ക് നൽകി. ആ പ്രതീക്ഷകളെല്ലാം ഞങ്ങൾ നഷ്ടപ്പെടുത്താതെ തന്നെ അവരെ വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഇന്നും ഞങ്ങളൊന്നും നഷ്ടപ്പെടുന്നില്ല. കാരണം പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോൾ പ്രതീക്ഷ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു അച്ഛാ. എന്തായാലും ഒരുപാട് വാഗ്ദാനങ്ങൾ ലഭിച്ച ഒരു ജനതയാണ് മുനമ്പം ജനത. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നും കേരളത്തിൻ്റെ ഭരിക്കുന്ന പാർട്ടിയിൽ നിന്നും അന്ന് പ്രതിപക്ഷത്തിരുന്ന UDF നിന്നും എല്ലാം ഒരുപാട് വാഗ്ദാനങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ ഇന്നവർ പൂർണ്ണമായും പ്രതീക്ഷയിലാണ്. കാരണം അവസാനമായി വാഗ്ദാനം നൽകിയ പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. 10 മിനിറ്റ് കൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഇപ്പോൾ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്നും മറക്കില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ഇവർക്ക് നൽകിയ വാഗ്ദാനവും അദ്ദേഹം മറക്കില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഈ മുനമ്പത്തുകാർക്ക് ഉടനെ അവർക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഈ ഒരു മുനമ്പം ജനതയ്ക്ക് ലഭിക്കട്ടെ. അവരുടെ മുഖത്ത് പുഞ്ചിരി വിടരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.